അയ്യോ നീ പോയിട്ട് പൂളിൽ പോയി മുള്ളണം. ചെറിയ പിള്ളേർക്ക് ഒരുപാട് കളിപ്പാട്ടുള്ള കട ചിലപ്പോ ഭ്രാന്ത് പിടിക്കുന്നവരാണ്. ഇവനെ ഭ്രാന്ത് കേറാം. എടാ ഞാൻ ഇതില്ല, എടാ ഞാൻ ആദ്യം ഇതിൽ നിന്ന് വാടകോട്ട്, ഞാൻ ആദ്യം ഇത് കയറിയതല്ലടാ, നീയൊക്കെ അല്ലേ മാറാൻ പറഞ്ഞേ. എന്തോ പിടിച്ച് കാര്യത്തില് മീനെ നമുക്ക് തലോടാം. എടാ എന്റെ കൈ കടിക്കുന്നത് അയ്യേ എന്തോ പോലെ. അതാ എന്താ പോലെ. ഫോൺ എടുത്ത് വെള്ളത്തിൽ മുക്കി. ഗായ്സ് ഈ സീനറി കണ്ടോ ഗായ്സ്? ഇവിടെ 1 മണിക്കാ തുറക്കുന്നത്. നമുക്ക് അതിൽ ഇറങ്ങും. അത് ഫാമിലിയാണ്. ഫാമിലിയാണ്. 7 സീറ്റോ ഇതോന്ന് ഇവിടെ 7 സീറ്റാ. അങ്ങോട്ട് ഭയങ്കര ഗായ്സ്. അപ്പൊ എന്തായാലും വിവേകിന് ആകെ പ്രാന്തളകിയിരിക്കുകയാണ്. ഓടി നടക്കും. അത് എന്തി കയറണമെന്നാണ് അറിയത്തില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ അത്യാവശ്യം ഇതുള്ളതുകൊണ്ട് ഇത് കൂടെ ഇറങ്ങണം. ഇത് കൂടെ ഇറങ്ങല്ലോ. അയ്യോ താഴെ നിന്ന് മുകളിലോട്ടില്ല. എന്റെ കുട്ടിയൊക്കെ എന്തോ ഇങ്ങനെ ഇരിക്കുന്നേ ഗൈസ്. ഞാൻ കൊറിയനായി ഗൈസ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. ഞാൻ ഇപ്പൊ എന്റെ ഫോണ് വെള്ളത്തിൽ മുക്കിയടേ ഗൈസ്. മീനിന്റെ വെള്ളത്തിൽ മുക്ക്. വെള്ളത്തിൽ മുക്കിയ വീഡിയോ എടുത്തിട്ടുണ്ട്. അതായത് അത് കാണിക്കാം. നമ്മളെ അടുത്ത് അതെ നീ പോയിട്ട് പൂളിൽ പോയി മുള്ളണം. മുങ്ങണം. ഇവന് മുള്ളണം. അതാ സീറ്റെ കമ്മന്ന് കിടന്ന അത് ഇവിടെ നടക്കത്തില്ല. നമ്മൾ ഫുൾ ഓണാണ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മണി അടിക്കുക. ഞങ്ങൾ ആ കവ പോന്ന കാണിച്ചു തരാം ഗൈസ്. കവയോ പോന്ന കാണിച്ചു തരാം ഗൈസ്. ചെക്കന്മാരെല്ലാം ഓണാണ് കേട്ടോ. അവരെന്തായാലും അതുവഴി പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങട്ടെ. കാണിച്ചു തരാം. അതെ ഇതൊരു വരട്ടെ. അയ്യോ എടാ ഫോൺ കൊണ്ടുപോവാടാ. ഫോൺ കൊണ്ടുപോവാം. നമ്മുടെ കൂടെ വന്ന് വിവേക് ആൻഡ് ഹരിഗോവിന്ദ് ആൻഡ് 3 പേരെ കാണാനില്ല. അത് ഞങ്ങൾ 2 പേരാണ് കാണാതായത്. എന്തായാലും അവരെ കാണുന്നില്ല. ഞങ്ങൾ ഈ സിനിമാ തിയേറ്ററിൽ ഉള്ളിലുണ്ടെന്ന് പ്രതീക്ഷിച്ച് കയറാൻ പോവാണ്. അതുപോലെ പോവാന്നാണ് അവർ കാണിച്ചേക്കുന്നത്. അവരിനകത്ത് ഉണ്ടോ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം വിവേകിന് വട്ടാണ്. അവന്റെ കാര്യം ഒന്നും എന്റെ മോനെ കൊള്ളാം. എന്നാ ആള് വലി നടുക്കിരിക്കാടാ. എടാ ഒരുപാട് വലിപ്പം ഉണ്ടാ. അപ്പുറത്തെ സൈഡ് പോവാം വാ. ഞങ്ങളിവിടെ ഇരിക്കുവാണ്. ഒരു കണ്ണാടി നന്നിട്ടുണ്ട്. എന്താണിത്? കൊള്ളാം കേട്ടോ. എന്തായാലും ഇത് കണ്ടിട്ട് അവന്മാരിവിടെ ഇല്ല. കണ്ടിട്ട് എന്തായാലും വെളി ഇറങ്ങിയിട്ട് പോകാമല്ലോ. അത് വെക്ക്. അയ്യോ കൊള്ളായിരുന്നു. വലിയ രസമില്ല. അവരെ കാണാനില്ല.
പക്ഷേ ആ കയറിയത് കൊള്ളായിരുന്നു കേട്ടോ. അവന്മാരെ വാട്ടർ റൈഡിൻ്റെ അവിടെ കാണും, അല്ലെങ്കിൽ പൂളിൻ്റെ അവിടെ കാണും. പക്ഷേ എന്തായാലും അവന്മാരെ കാണുന്നില്ല. അവന്മാരെ ഇനി തപ്പി കണ്ടുപിടിക്കണം. അതെ, എന്തായാലും നോക്കാം. എത്രയും പെട്ടെന്ന് അവന്മാരെ കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾക്ക് അടുത്തതിനകത്ത് കയറണം. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കായി. അതാ ഫോണുണ്ടായിട്ട് ബാഗ് കൊണ്ട് വെച്ചിട്ട് വന്ന 3 പൊട്ടന്മാർ. വില കൂടിയ ഫോൺ മേടിച്ചിട്ട് അവന് കയ്യിലെടുക്കാൻ പേടി. അപ്പൊ എന്റെ ഫോണോ വെള്ളം നനയൊന്ന് പേടി. ഞാൻ വെള്ളത്തിൽ മുക്കി. നമ്മൾ ഇതുവഴിയല്ലേ ഇപ്പൊ പോയെ? എടാ ഇങ്ങോട്ട് ഇതുവഴി വാ. അവന്മാര് പോയ വഴി പോവാ. എനിക്ക് അവന്മാര് മിക്കവാറും പൂളിന്റെ ഇതുവഴിയായിരിക്കും പോയേക്കുന്നത്. അവന്മാർ അവിടെ നിന്ന് അങ്ങോട്ടാ പോയത്, നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോന്നില്ലേ. ഗൈസ് എന്തായാലും അമ്മേനെ കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. ഓ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറേ നേരമായി അമ്മമാരെ തപ്പി കണ്ടില്ല ഗൈസ്. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ കീഴിൽ വന്ന് നിൽക്കുകയാണ്. എടേ എവിടെ പോയി തപ്പൂടാ? അമ്മമാരെ ഇനി നോക്കാൻ ഇല്ല ഗൈസ്. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവന്മാരിത് മാറി മൊത്തം ഇത് കണ്ടു. എവിടാന്നോ ഈ അവന്മാരിത് എവിടെ പോടോ? നമുക്കിനി പൂളി ഇറങ്ങാം. അതേ ഉള്ളൂ. അതായത് ഗായ്സ് അവരെ കണ്ടിട്ട് വരാം, നോക്കിയിട്ട് വരാം. അടുത്ത റൈഡിൽ കയറുവാണ് ഗായ്സ്. കാണാതെ പോയവരെ കിട്ടി ഗായ്സ്. എത്ര നേരമായിട്ട് തപ്പിക്കൊണ്ടിരിക്കാന്നറിയോ? ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഗായ്സ്. എന്തായാലും ഫോണ് പോയിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ വെച്ച് കാണാം. കാണാതെ പോയ അവസാനം ഇവരെ നിങ്ങൾ വല്ലതും കയറിയോ? നമ്മുടെ അടുത്ത ആള് കയറി. ഹരി ഗോവിന്ദ്. നോക്കിയടാ, നോക്കിയിട്ട് പോടാ. നോക്കിട്ടു. വേണ്ട, എന്തുവാണോ പോകുന്നത്? എന്താ ഗായ്സേ? അയ്യോ ഗായ്സ്, ഇതിനകത്ത് ഒടുക്കത്തെ ചൂടാണ്. മയില് ഇങ്ങോട്ടാ. ഓക്കെ, എന്റെ കൂടെ വന്നവര് എന്ത് ചെയ്യണേ ഗൈസ്? അങ്ങനെ മൊത്തം തുണി നനഞ്ഞ്. അതെ, എന്റെ കൂടെ വന്നവര് എന്ത് ചെയ്യണോ? എടി ഞാൻ ഒറ്റയ്ക്കാണോടാ. എടി എന്റെ കൂടെ വന്നവരെ കാണുന്നില്ലടാ. 3G ആയി ഗൈസ്, എന്റെ കൂടെ വന്നവരെ കാണുന്നില്ല. എവിടെ പോയോ ആവോ, തമ്പുരാനറിയാം. എന്തായാലും മൊത്തം നനഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ടെങ്ങനെ കയറിയോ ഗൈസ്? എന്തായാലും പോയി നോക്കിയിട്ട് വരാം. ഇവന്മാരാണ് കയറുന്നത്, വിവേകും പിന്നെ വേറെ 2 പേരും. നമ്മൾ 3 പേരാണ് കയറുന്നത്. ഈ റൈഡും കയറി വെള്ളത്തിൽ ഫോൺ മൊത്തം മുങ്ങി. ഞാൻ എന്റെ തല ഒന്നും നനഞ്ഞിട്ടില്ല ഗൈസ്. ഫോൺ മുങ്ങിയല്ലേ തലയൊക്കെ എടുത്ത്. നീ പകുതി കഴിച്ച് ചെക്കായോടാ? ഞാൻ തുടങ്ങിയപ്പോ കാലം അടി ഇവൻ എന്നെ തോപ്പിച്ച്. ഞാൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നേ. അതിന് കുഴപ്പമില്ല. ഇറങ്ങിട്ട് പോവാം ഗൈസ്. അപ്പം പൂളിൽ ഇറങ്ങാൻ പോവാണ് ഗൈസ്. അതെ അതെ, ഇത് പിള്ളേരുടെ പൂളാണ് ഗൈസ്. നമ്മളിപ്പോഴും കുട്ടികളാണ് ഗൈസ്. നമുക്ക് പ്രായമായിട്ടില്ല ഗൈസ്. എന്റെ ഫോൺ മൊത്തം ഞാൻ നനച്ച്. നിങ്ങൾ കുളിക്കാതെ വീട്ടിൽ പോയി കുളിക്കുക. അതിനെ തല വെച്ച് നോക്കണം. എടാ ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ.
ഗായ്സ് ഇപ്പം വെള്ളം വന്ന് വീഴും ഗായ്സ്. ഗായ്സ് അങ്ങനെ ഇപ്പൊ വെള്ളമല്ല വെളിയിലോട്ടാണ് ഇങ്ങോട്ടാണ് ചെയ്യുന്നത്. അറിയുന്നില്ലയോ ഗായ്സ് എന്റെ ഫോൺ ഫോണ് മൊത്തം മുങ്ങി ഗായ്സ്. എന്റെ കൈയും കഴിച്ചു. ഓ ഗായ്സ് ഫോൺ എടാ ഇത് പറ്റോടാ നിങ്ങളുടെ ആൻഡ്രോയിഡിന് ഇത് പറ്റോടാ. എന്തിനാ ആൻഡ്രോയിഡിന് പറ്റോടായത് ഗായ്സ്. ഇപ്പൊ എന്റെ കൈ കഴിക്കുന്നു. കൊറേ അധികം റൈഡ് കയറിയിട്ട് അവസാനം ഇതാടാ കൊറേ അധികം റൈഡ് കയറിയിട്ടേ. അതുകൊണ്ട് ആ പുറകെ എത്തി നോക്കുന്ന ഒറ്റയ്ക്കാണ്. ഇത്ര നീളം കൂടിയോ കാലൊക്കെ കഴിഞ്ഞിട്ട് പോണേ. കാലൊക്കെ അല്ലേ വായി. ഗായ്സ് എന്തായാലും ഇത് പോയിട്ട് കാണാം. ഇത് ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ അലക്കണോ ടയറൊന്നും ഇവര് കഴിഞ്ഞിട്ട് ഞങ്ങളാണ്. എന്റെ മുടി കണ്ടോളാം ഒരുപാട് ഇരിക്കുന്നു. എന്റെ മുടി സെറ്റാണ്. മുമ്പത്തെ നനഞ്ഞ കോലത്തിൽ നല്ലതായി കഴിച്ചു വേണ്ട. ഒരു സൈഡിൽ സൈഡ് ഒരു സൈഡിൽ സൈഡ് പൂക്കിയാണ്. പിന്നെ കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യും. അടുത്ത നമ്മളാണ് കഴിച്ചത്. പോവാണ്. ഫോണ് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പറ്റുമോ? പറ്റുമെങ്കിൽ എടുക്കുന്നതാണ്. ഐഫോണാണ് കഴിച്ചത്. നമുക്ക് നല്ല കാറ്റടിച്ച് സാധനം വരാൻ പോകും. ഫോണ് പറ്റുമോ പറക്കില്ല. പറ്റുമോ നമ്മുടെ അത്ര ഇതുകൊണ്ട് അവൻ സെക്കൻഡ് അവിടെ വരെ പോയിരുന്നു. നമ്മൾ അങ്ങ് ഏറ്റവും മണ്ടയ്ക്ക് ബോർഡർ കഴിഞ്ഞു. ആ മഞ്ഞ വരെ നമ്മൾ പോയി ഏറ്റവും ലാസ്റ്റ് വരെ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിച്ചത്. നമ്മളൊരു സംഭവം തന്നെ. അതെ ഗൈസ് നമ്മളൊരു സംഭവം. ഇവന്മാരെ അങ്ങ് പോയില്ല. അടുത്തത് നോക്കണ്ടേ നമുക്ക്. ഞങ്ങൾ പോലുണ്ടോ എന്തായാലും ഇതോടെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫോൺ കൊണ്ട് വെച്ചിട്ട് ഇതെല്ലാം ഒന്നിച്ച് ഞാൻ റെസ്റ്റ് എടുത്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് വണ്ടർലയുടെ പരിപാടിയെല്ലാം അങ്ങനെ കഴിഞ്ഞു. കൊള്ളായിരുന്നു ഗൈസ്. നൈസ് പരിപാടിയായിരുന്നു. എല്ലാത്തിലും കയറി. എല്ലാ റൈഡിലും കയറാൻ ഇനി ബാക്കിയൊന്നുമില്ല. നല്ല രസമാണ് ഗൈസ്. പിന്നെ അവസാനം വന്നപ്പം എനിക്ക് ഗ്യാസ് കയറി ചെറുതായിട്ടൊന്നും തല ഇറങ്ങി. പിന്നെ അത് ചായ കുടിച്ചപ്പോൾ അങ്ങ് മാറി ഗൈസ്. ഗൈസ് കിടിലം പരിപാടിയായിരുന്നു. എന്തായാലും നല്ല സെറ്റ് ട്രിപ്പ്. ഇനി എന്തായാലും കുറേ എണ്ണം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം ഫോൺ അലൗഡ് അല്ല. പിന്നെ വെള്ളത്തിൽ ഒരു കൈ വെച്ചൊക്കെ പോകാൻ ഭയങ്കര പാടാണ് ഗൈസ്. അതുകൊണ്ട് കുറേ എണ്ണം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ DJ ഒക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തിട്ടില്ല. എന്തായാലും മുഴുവനൊന്നും ആരും കാണത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഗൈസ് എന്തായാലും ഇനിയും വീട്ടിലോട്ട് പോവാണ്. അപ്പം ഗൈസ് പിന്നെ ഒരു കാര്യം, ഇവിടെ മൊത്തം കളക്ഷനാണ് ഗൈസ്. കളക്ഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഫലാദി മരങ്ങൾ, സസ്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഞാൻ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാം. എവിടെയാണ് നമ്മൾ നിന്നത് നേരത്തെ? മോളിൽ പോയിട്ട് കാണിക്കാം. ബാ മോളിൽ പോയിട്ട് കാണിച്ചു തരാം. പോയി ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. എൻ്റെ ഗൈസ് ഇത് കണ്ടോ, ഇതല്ല ഞങ്ങളൊരു റൈഡിന് കയറി. അത് അതിൻ്റെ മുകളിൽ പോയപ്പോൾ സെറ്റായിരുന്നു ഗൈസ്. അതല്ല അതിൽ കയറിയപ്പോഴും കാണാമായിരുന്നു. വേറെ റൈഡ് കയറിയായിരുന്നു ഗൈസ്, അതാണെന്ന് തോന്നുന്നു. മൊത്തം കാണാമായിരുന്നു ഗൈസ്, മൊത്തം കാണാമായിരുന്നു. എന്തായാലും കൊള്ളാം ഗൈസ്, നൈസ് വ്യൂ ആണ്. ഇത് കഴിഞ്ഞില്ലയോടാ, ആൾക്കാർ കയറി ഇരിക്കുന്നടാ അതിലിപ്പോഴും.
എടാ കൊള്ള. അതവരുടെ ബിസിനസ് ട്രിക്കാ. 150 രൂപയ്ക്ക് പാവ വിൽക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്? നമ്മൾ ഇവിടുത്തെ ബിസിനസ് ടാക്സ്. എന്റെ പൊന്നു മച്ചന്മാരെ, വരുമ്പോ നല്ല കാശ് കൊണ്ടൊക്കെ പറഞ്ഞു. എന്തോ റേറ്റ് ഇവിടെ. അതെ, ഐസ്ക്രീമിന് 80 രൂപ. എന്റെ പൊന്നിട ചോക്കോബാറിന് 80 രൂപ. അതെ, 20 രൂപയുടെ വെള്ളത്തിന് 30 രൂപ, 60 രൂപ. പിന്നെ മൗണ്ടൻ ഡ്യൂവിനൊക്കെ എത്ര? ആദ്യം പോയി ഒരു മിനറൽ വാട്ടർ ചോദിച്ചു, അതിന് 60 രൂപ. 60 രൂപ. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം 30 രൂപയ്ക്ക് കിട്ടും. അതാ നമ്മുടെ ഈ ഡ്രസ്സിംഗ് റൂമും മറ്റേ ഈ ലോക്കറൊക്കെ അവിടുത്തെ അവിടുന്ന് 30 രൂപയ്ക്ക് കിട്ടും. പിന്നെ അവിടുത്തെ ലേസ് 30 രൂപയ്ക്ക് കിട്ടും. ഞങ്ങൾ ഉച്ചക്കത്തെ ആഹാരം ലേസാണ് കഴിച്ചത്. അവർ MRP കാണിക്കുന്നതല്ല ഒറിജിനൽ ഇത് വരുന്നത്. അതെ, ഒരു ഐസ്ക്രീമിന് 65-70 രൂപ. 80 രൂപ. ചോക്കോബാർ ചോദിച്ചു എത്ര രൂപ? 80 രൂപയല്ലേ പറയുന്നത്. ചെറുതായിട്ട് ഇപ്പൊ നനഞ്ഞ് കുളിച്ചേർന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ നമ്മള് മാളിൽ കയറും, ലുലു കയറും, ആലുവ നമ്മള് മെട്രോ വഴി ഒന്നെങ്കിൽ മാളിൽ കയറും, അല്ലെങ്കിൽ ഫുഡ് അടിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ട്രെയിൻ കയറി വീട്ടിൽ പോകും. ചിലപ്പോ മാളിൽ കയറും. നമ്മള് മാളിൽ കയറും. ഈ വ്ലോഗ് എടുക്കുന്ന സമ്മതിക്കണം കേട്ടോ, കൈ കാണിക്കാതിരിക്കും. നമ്മളൊരു സംഭവം ഇവിടെ നല്ല വെട്ടമുണ്ട്. ഈ വീഡിയോസ് എടുക്കുന്നത് അറിയോ? പക്ഷെ ഇത് അവസാനം വരെ ആരും കാണത്തില്ല, അതാണ് പ്രത്യേകം. അതെ, അവനിപ്പോ ഈ ഫോൺ എത്ര താഴെ ഇടുന്നുണ്ട്. ഈ വീഡിയോസ് ഒക്കെ നോക്കണം, എഡിറ്റ് ചെയ്യണം. ആ വെള്ളത്തിൽ 10-15 വട്ടം ഈ ഫോണിൽ താഴെ പോയി. അതിന്റെ മണ്ടയ്ക്കാണ് കയറിയത്. അതും പോരായിട്ട് ഇത് നോക്കുന്നവരുടെ എന്നുള്ള തെറിവിളി, ഫോണും പിടിച്ചോണ്ട് ഇങ്ങനെ അതിനകത്ത് കയറുന്നതിനൊക്കെ പറയണ്ട. എന്തായാലും നമ്മൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തു. സെറ്റായിരുന്നു. അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അയ്യോ, കൈ കഴിക്കുന്നു ഇങ്ങനെ പിടിച്ചോണ്ട് പോകാം. ആ സാധനം ഇതുവരെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? അതായത് നമ്മുടെ വാട്ടർ റൈഡ് എല്ലാം ക്ലോസ് ചെയ്തു. ബട്ട് ഇപ്പോഴും ലാൻഡ് റൈഡ്സ് ഇപ്പോഴും ഉണ്ട്. ഗൈസ്, എത്രമാത്രം ഇവിടെ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇവിടെ വെട്ടം കുറവാണ്. എൻ്റെ കൈ കഴിക്കുന്നു. ഗൈസ്, ഒരു മിനിറ്റ്. ഇതാണ് വേവ് പൂള്. ഞാൻ തോണ്ട മൂലക്കാണ് നിന്നത്. അവന്മാരൊക്കെ അങ്ങ് പോയി. നമുക്ക് പിന്നെ നീന്തലറിയാൻ അവൻ എടുത്തോണ്ട് പോയില്ല. അവൻ്റെ ഉണ്ട്, കൊടുത്തായിരുന്നു. ശിവന്മാർക്ക് നീന്തലറിയാം. എനിക്ക് അത്ര വലുതായിട്ട് അറിയത്തില്ലെങ്കിൽ അത്യാവശ്യത്തിന് അറിയാം, അത്യാവശ്യത്തിന് മാത്രം. സോ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. ഞാൻ അതുകൊണ്ട് ആ മഞ്ഞ വരയുടെ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ അവന്മാരൊക്കെ അവിടെ നിൽക്കുമായിരുന്നു. ഞാനും കുറച്ച് ക്യൂട്ടി പൈസും കൂടെ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുമായിരുന്നു. ഗൈസ്, കൊള്ളാം കേട്ടോ. രാത്രിയായപ്പം ആ റൈഡ് ഇപ്പോഴും ഉണ്ട്. ലാൻഡ് റൈഡൊക്കെ ഇപ്പോഴും ഉണ്ട് ഗൈസ്. വാട്ടർ റൈഡ് മാത്രമേ ക്ലോസ് ചെയ്തിട്ടു. ഞാൻ ആറാട്ടാനെ വിട്ട് സംസാരിക്കും. ലാൻഡ് റൈഡൊക്കെ ഇപ്പോഴാണ് ക്ലോസ് ചെയ്ത് ഗൈസ്. ഗൈസ്, എനിക്ക് എന്തൊക്കെയോ പറ്റി. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് പറയാം ഗൈസ്. ഞാനാണ് വ്ളോഗ് എടുക്കാൻ വന്നത്, പക്ഷേ എന്നെക്കാളും കൂടുതൽ വ്ളോഗ് എടുത്തതിൽ അവനാണ്. അതുകൊണ്ട് എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വരുന്നുണ്ട്. മോനെ, നീ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങടാ. അതെന്താ? നീ പിന്നെ ഇങ്ങനെ നിനക്ക് നല്ല ഭാവി ഉണ്ടോ? എടുക്കടാ. ഭാവി അങ്ങനെ ഞങ്ങൾ എൻട്രി എത്തി ഗൈസ്. ഗ്യാസാണ് ഗൈസ്. ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തില് ഒരാളെ കാണുന്നില്ല ഗൈസ്. ചിരിക്കുന്നടാ. സോ ഗൈസ്, നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉണ്ടോ? നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം ചെങ്ങന്നൂർ വന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് ട്രെയിൻ കയറിയത്. പക്ഷേ സ്ലീപ്പർ എടുത്തുകൊണ്ട് കിടന്നങ്ങ് ഉറങ്ങി. ആരും അങ്ങ് എണീറ്റില്ല ഗൈസ്. അതുകൊണ്ട് ചെങ്ങന്നൂരും കഴിഞ്ഞ് 15 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നാണ് ഗൈസ് ഇറങ്ങിയത്. കഴിഞ്ഞിട്ട് നടക്കുവാണ് ഗൈസ്. എങ്ങോട്ട് നടക്കണം, എന്തിനു നടക്കണം? മൊത്തം അബദ്ധമാണ് ഭായി. ഇനി 15 കിലോമീറ്റർ പുറകോട്ട് തുടങ്ങി. ബസ് സ്റ്റോപ്പിൽ പോകണം. നല്ല ഉറക്കമാണ്. സൗണ്ടൊക്കെ അത് ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഉണ്ട്. ഇതൊക്കെ തോന്നാൻ പറ്റും. സോ ഗൈസ്,
അങ്ങനെ സമയം നട്ടപ്പാത്ര 2 മണി. അതെ അതെ, ഞങ്ങൾ മാവേലിക്കരയിലെ തെരുവുകളിലൂടെ പട്ടികളെ പോലെ അലയുന്നത്. അതെ, ഇവരെ പോലെ അലയുന്നു ഗൈസ്. 2 മണിക്ക് പയ്യന്മാരൊക്കെ പോന്നാ. 8 ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവൻ ചാൻസ് കുറവാണ്. എന്തായാലും ഇത്രയും നേരം കണ്ടില്ലെങ്കിലും ജസ്റ്റ് വീഡിയോ ഓപ്പൺ ചെയ്ത് കയറി നോക്കിയ എല്ലാ വ്യക്തികൾക്കും നന്ദി ഗൈസ്. സോ ഞാൻ ഈ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. ഇത് ഓൾഡ് ആടാ മണ്ടന്മാരെ. സോ ഗൈസ്, ഇവിടെ ദാഹിച്ചപ്പോൾ പമ്പിൽ കയറി വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഇവിടെ വെള്ളമില്ലെന്ന് ഗൈസ്. എല്ലാ പമ്പിലും ഫ്രീ ആയിട്ട് വെള്ളം വെക്കണ്ടാണ്, ഇവിടെ വെള്ളമില്ല. എന്താണ് ബാത്റൂമിൽ പോയപ്പോൾ അവിടുന്ന് കലക്കവെള്ളം വരും. ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്, വെള്ളമില്ല കുടിക്കാൻ. കാണിച്ചു തരാം നിങ്ങൾക്ക് പമ്പ്, വെള്ളമില്ല കുടിക്കാൻ. ഇതാണ് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ്. നമ്മൾ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് അവിടെ വെള്ളമില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, വെള്ളമില്ല. ബാത്റൂമിൽ കയറിയപ്പോൾ കലക്കവെള്ളം വരുന്നത്. അതുകൊണ്ട് ഇല്ല തൊലയെ തൊപ്പി വെച്ച കൊച്ചാണ്ടാണ്. അയ്യോ എടീ, ഞാൻ എവിടെ പോയാലും എന്നെ ആർക്കെങ്കിലും അറിയാം. ഞാൻ എറണാകുളത്ത് പോയി ഹോട്ടലിൽ ഇരുന്നപ്പോൾ എന്നോട് പറയാം, നീ ലവനല്ലയോ, നീ അവിടെ ഉള്ളത്. ഞാൻ എവിടെ പോയാലും എന്നെ ആൾക്കാർക്ക് അറിയാം. അതെ, ഇപ്പൊ ഈ ചേട്ടൻ എന്നെ അറിയാന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടക്ടറാ പുള്ളി. അങ്ങനെ നമുക്ക് വിടാമെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സന്തോഷം ഗൈസ്, അതാണ് ഗൈസ് സന്തോഷം. ഇപ്പൊ ആ പുള്ളി എനിക്കറിയത്തില്ല, പക്ഷെ പുള്ളിക്ക് എന്നെ അറിയാം. അങ്ങനെ വിടാമെന്ന് പറഞ്ഞു. അതാണ് ഗൈസ്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ നിൽക്കുമ്പം നമ്മളെ അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ സഹായിക്കുന്നത്. ഗൈസ്, പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എന്ത് പറയാൻ വന്നേ ഗൈസ്, നമ്മളെ സഹായിച്ച ചേട്ടനാണ് ഗൈസ് ഇത്. മറ്റേ സോ ഗൈസ്, അങ്ങനെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. വീഡിയോ തീർന്നു, എല്ലാം കഴിഞ്ഞ് വളരെ നല്ലൊരു യാത്രയായിരുന്നു. പല സാധനങ്ങളും പല സാധനങ്ങളും എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ എന്തായാലും വ്ളോഗുകൾ ഇനിയും വരും, കുറേ നഗ്ന സത്യങ്ങൾ വരും. നീ റോഡിൽ നിന്ന് ഇറങ്ങി നടക്ക്. അപ്പോൾ ഗൈസ്, ഫോണ് ടാറ്റ എടുത്തേക്കടേ.